അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പരീക്ഷണത്തിലാണ്. കാരണം എൻ്റെ ഏത് വീഡിയോസിനായിരിക്കും കൂടുതൽ വ്യൂ എന്ന് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇന്നലെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഒരു വീഡിയോ ഇട്ടു, അതെങ്ങനെയാണെന്ന് നോക്കും, അതിൻ്റെ അനലിറ്റിക്സ്. അപ്പം ഇന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് നോക്കും, അതെങ്ങനെയാണെന്ന് നോക്കും. അങ്ങനെ എൻ്റെ വീഡിയോ എത്രമാത്രം ആളുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസാണ് ആളുകൾക്ക് ഇഷ്ടം എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് തുടങ്ങാനായിട്ടാണ് എന്തായാലും ഈ ഒരു വീക്ക് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ലോങ് വീഡിയോ അങ്ങനെ എന്താ പറയുക സ്റ്റോപ്പ് ആക്കിയിട്ടൊന്നുമില്ല. അത് നമുക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഡെയിലി ഇടുമ്പോൾ അത്ര കണ്ട ആളുകൾക്ക് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് പറഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോ കാണുന്നതിലും കുറച്ച് സമയം അധികം ഇതിലായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പം മറ്റുള്ള ലോങ് വീഡിയോസിനും അതേപോലെ ഡേ ഇൻ മൈ ലൈഫിനും ഒക്കെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ഒരു വീഡിയോ പോലും മിസ്സാവാതെ. അപ്പോൾ അത്രയ്ക്കൊന്നും നമ്മളിലേക്ക് വരാനുള്ള സബും, പിന്നെ ഞാൻ ഇപ്പോൾ അടുത്തായിട്ടാണ് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആയി വരുന്നുണ്ടാവുള്ളൂ, അതിൻ്റെ പ്രോബ്ലം ആകാം. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ വേഗം ഷാന മദ്രസയിലൊക്കെ പോയതിന് ശേഷം മുറ്റടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1 വീക്ക് ആകുമ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും. ഇതിപ്പോൾ 2 വീക്ക് ആയിട്ടുണ്ട്. ചില സമയത്ത് ഇതുപോലെ ഒരു മടി കാര്യങ്ങളൊക്കെ കയറുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു 1 വീക്കോളം ഏകദേശം നമ്മളിവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇക്കാൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആയിരിക്കാം കാരണമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നീറ്റായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മിന്നു ഇപ്പോൾ ഈ ഒരു ബെഡിൽ മാത്രമേ കയറാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതും പൂർണ്ണമായിട്ടോ. കാരണം ഈ ബെഡ് ഇത്തിരി ഹൈറ്റുള്ള കാരണം ഇതിലാൾക്ക് കയറാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ആ ഒരു റിസ്ക്കും മിന്നു ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കയറില്ല എന്നുള്ള ആ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട് കേട്ടോ. കയറിക്കഴിഞ്ഞ് കുറച്ചിങ്ങനെ നടക്കും, പിന്നെ ആൾ മടുത്തു എന്ന് കണ്ടാൽ ഇറങ്ങി നടക്കും. അപ്പോൾ എന്തോ ഇതിൽ കയറാൻ പറ്റി എന്നുള്ള ആത്മസംതൃപ്തിയിലാണെന്ന് തോന്നുന്നു ആൾ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ആ കളിയൊന്നും കണ്ടിരിക്കാനുള്ള നേരമല്ല. വേഗം ബെഡ്ഷീറ്റും നമ്മുടെ പില്ലോയുടെ കവറും ഒക്കെ അലക്കാനായിട്ട് കൊണ്ടിട്ടുണ്ട്. പിന്നെ അതാ 2 വിരിപ്പ്. ഇത് നമ്മൾ മിന്നു അങ്ങോട്ട് സൈഡിലോട്ട് കിടക്കുന്ന കാരണം അവിടെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കുന്ന ബെഡ്ഷീറ്റും, ഇത് ഷാന പുതയ്ക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം മടക്കി റെഡിയാക്കിയിട്ടു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്.